Today we start our second chapter, algebraic equations and their roots. And this chapter starts with the definition of algebraic equations. So first let us look at the definition of algebraic equations. If f of x is any polynomial with a real or imaginary coefficient, then the expression f of x equal to 0 is called an algebraic equation. That is, an expression of the form a0 x raised to n plus a1 x raised to n minus 1 plus etc. plus an minus 1x plus an equal to 0 is called an algebraic equation. Okay. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് algebraic equation എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് എ പോളിനോമിയൽ ഓഫ് n ഡിഗ്രി. ഓക്കെ, നമുക്കൊരു n ഡിഗ്രി ഉള്ളൊരു പോളിനോമിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. ആ പോളിനോമിയലിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മൾ ഒരു algebraic equation എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ജനറലി ഒരു n ഡിഗ്രിയുള്ള ഒരു പോളിനോമിയലെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് സം a0 x റൈസ് ടു n പ്ലസ് a1 x റൈസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര an മൈനസ് 1 x പ്ലസ് an എന്നാണ്. അപ്പോൾ ആൻഡ് ഇഫ് യു ഇക്വേറ്റ് ദിസ് എക്സ്പ്രഷൻ ഓർ ദിസ് എഫ് ഓഫ് എക്സ് വിത്ത് 0, then that expression is called algebraic equation. ഒരു എഫ് ഓഫ് എക്സിനെ, ഏതെങ്കിലും ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷൻ, അതിനാണ് നമ്മൾ algebraic equation എന്ന് പറയുന്നത്. ഓക്കെ, and there are different types of algebraic equations. The first one, linear algebraic equation. അപ്പോൾ linear algebraic equation എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കണം. ഓക്കെ, അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് a0 x പ്ലസ് a1. ആൻഡ് ഇഫ് വി ഇക്വേറ്റ് ദിസ് a0 x പ്ലസ് a1 വിത്ത് 0, then it is called a linear algebraic equation. നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് algebraic equation. ക്വാഡ്രാറ്റിക് algebraic equationലേക്ക് വരുമ്പോൾ വി ഇക്വേറ്റ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് 0. ഓക്കെ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് a0 x സ്ക്വയർ പ്ലസ് a1 x പ്ലസ് a2 ആണ്. ആൻഡ് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു ക്വാഡ്രാറ്റിക് algebraic equation. തേർഡ് വൺ, ക്യൂബിക് algebraic equation. ക്യൂബിക് എന്ന് പറയുമ്പോൾ ആസ് എ ഡെഫിനിഷൻ ഇംപ്ലീസ് ദാറ്റ് ഷുഡ് ബി പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3. ഓക്കെ, അതായത് ഒരു ഡിഗ്രി 3 ഉള്ളൊരു പോളിനോമിയലിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷൻ, അതാണ് ക്യൂബിക് algebraic equation എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് a0 x ക്യൂബ് പ്ലസ് a1 x സ്ക്വയർ പ്ലസ് a2 x പ്ലസ് a1 ഈക്വൽ ടു 0. നെക്സ്റ്റ് വി ഹാവ് ബൈക്വാഡ്രാറ്റിക് algebraic equation. ബൈക്വാഡ്രാറ്റിക് algebraic equation എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി 4 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ സം a0 x റൈസ് ടു 4 പ്ലസ് a1 x ക്യൂബ് പ്ലസ് a2 x സ്ക്വയർ പ്ലസ് a3 x പ്ലസ് a4നെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷൻ, അതിനാണ് നമ്മളൊരു ബൈക്വാഡ്രാറ്റിക് algebraic equation എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ algebraic equation എന്താണെന്ന് പഠിച്ചു. algebraic equation എന്ന് പറയുന്നത് ഒരു n ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മളൊരു algebraic equation എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൂട്ട്സ് ഓഫ് algebraic equations. ഈ algebraic equationൻ്റെ റൂട്ട്സ്. ഓക്കെ, സോ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ആൻ എലമെൻറ്റ് C is said to be a root of an algebraic equation f of x equal to 0 if f of c equal to 0. ഓക്കെ, അതായത് c എന്നൊരു എലമെൻറ്റിനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന ഒരു algebraic equationൻ്റെ റൂട്ടാണെന്ന് പറയണമെങ്കിൽ we must have f of c equal to 0. Okay, that means if we put the value of c instead of value of x, we must get the function value equal to 0. അങ്ങനെയാണെങ്കിൽ ആ സീനെ നമ്മൾ റൂട്ട് എന്ന് പറയും, റൂട്ട് ഓഫ് ദ algebraic equation എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ദ റൂട്ട്സ് ഓഫ് ആൻ algebraic equations are those values of x on the substitution of which the LHS becomes 0. ഓക്കെ, അതായത് ഏതാണ് റൂട്ട് എന്ന് പറയുന്നത്, ആ റൂട്ടിനെ നമ്മൾ ഈ എഫ് ഓഫ് എക്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ the LHS becomes 0. Okay, and such values is called the root of the algebraic equations. Okay, now if c is a root of an algebraic equation, നമ്മൾ സപ്പോസ് ചെയ്യണം നമുക്കൊരു algebraic equation ഉണ്ട്. ആൻഡ് algebraic equation ഈസ് ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ആൻഡ് ആ ഒരു algebraic equationൻ്റെ ഒരു റൂട്ടാണ് സി എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഇപ്പോൾ റൂട്ടാണ് സി എങ്കിൽ ബൈ ദ ഡെഫിനിഷൻ ഓഫ് റൂട്ട് വി ഹാവ് എഫ് ഓഫ് സി ഈക്വൽ ടു 0 അല്ലേ. ഇഫ് സി ഈസ് ദ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, ദെൻ വി ഹാവ് എഫ് ഓഫ് സി ഈക്വൽ ടു 0 ബൈ ദ ഡെഫിനിഷൻ ഓഫ് റൂട്ട് ഓഫ് ദ algebraic equation അല്ലേ. അപ്പോൾ എഫ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി.
Now you have to recall the remainder theorem, which says that f of x is divisible by x minus c if and only if f of c equal to 0. ഓക്കെ, അപ്പോൾ റിമൈൻഡർ തിയറം എന്താണ് പറഞ്ഞത്? റിമൈൻഡർ തിയറം പറഞ്ഞത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് എഫ് ഓഫ് സി, ആൻഡ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് സി ഈക്വൽ ടു 0. ആ എഫ് ഓഫ് സി 0 ആണെങ്കിൽ ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് സി കൊണ്ട് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ ഹിയർ എഫ് ഓഫ് c equal to 0, since this c is the root of our algebraic equation, which means that by remainder theorem x minus c, the f of x is divisible by x minus c, or we can say that this x minus c is a factor of f of x അല്ലേ. കാരണം എന്താണ്, ഈ algebraic equationൻ്റെ റൂട്ടായിട്ടാണ് നമ്മൾ സീനെ ചൂസ് ചെയ്തത്. അപ്പോൾ റൂട്ട് ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് ഇഫ് എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ ബൈ റിമൈൻഡർ തിയറം വി ക്യാൻ സേ ദാറ്റ് f of x is perfectly divisible by x minus c. That means this x minus c is a factor of f of x. അപ്പോൾ x minus c f of x ൻ്റെ ഫാക്ടർ ആണെങ്കിൽ then we can write f of x as f of x equal to x minus c into some another function. We call that function as f1 of x. Okay, where degree of f1 of x equal to n minus 1. കാരണം എന്താണ്, ഈ f of xൻ്റെ ഡിഗ്രി ആയിട്ട് നമ്മൾ സപ്പോസ് ചെയ്തേക്കുന്നത് n ആണ്. ഒരു nth ഡിഗ്രി പോളിനോമിയലാണ് f of x. ആൻഡ് എക്സ് മൈനസ് സിയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് എക്സ് മൈനസ് സിയും f1 ഓഫ് എക്സും കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ വേണം നമുക്ക് f of x കിട്ടാൻ. ഇതിൻ്റെ ഡിഗ്രി n ആണ്, ഇതിൻ്റെ ഡിഗ്രി 1 ആണ്. ദെൻ വി മസ്റ്റ് ഹാവ് ദ ഡിഗ്രി ഓഫ് f1 ഓഫ് എക്സ് ഈക്വൽ ടു n മൈനസ് 1. ഓക്കെ, നൗ വി സപ്പോസ് ദാറ്റ് ദർ എക്സിസ്റ്റ് അനദർ റൂട്ട് c1 ഓഫ് f of x. ഈ f of xന് മറ്റൊരു റൂട്ട് c1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് c1 നോട്ട് ഈക്വൽ ടു c. ഓക്കെ, അപ്പം ഈ എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ് സി എന്ന് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ആ സി അല്ലാതെ മറ്റൊരു റൂട്ട് c1 ഈ എഫ് ഓഫ് എക്സിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇഫ് c1 ഈസ് ദ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്, ദെൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് റൂട്ട് വി ഹാവ് എഫ് ഓഫ് c1 ഈക്വൽ ടു 0. ഓക്കെ, സോ what is our f of x? f of x equal to x minus c into f1 of x. And if I put the value c1 instead of this x, I get f of c1. Then what is f of c1? f of c1 equal to c1 minus c into f1 of c1 അല്ലേ. f of c1 equal to, from this we get f of c1 equal to c1 minus c into f1 of c1. And we know that f of c1 equal to 0. That means this is equal to 0. Okay, now we know that c1 is different from c, that is c1 not equal to c അല്ലേ. c1 എന്ന് പറഞ്ഞാൽ c അല്ലാത്ത മറ്റൊരു എഫ് ഓഫ് എക്സിൻ്റെ മറ്റൊരു റൂട്ടാണ് അല്ലേ. c1 നോട്ട് ഈക്വൽ ടു c ആണ്. അതുകൊണ്ട് തന്നെ ഈ c1 മൈനസ് c എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. ദിസ് ഇസ് എ നോൺ സീറോ എലമെൻറ്റ്. ബട്ട് വി ഹാവ് c1 ഇൻറ്റു c ഇൻറ്റു f1 ഓഫ് c1 ഈക്വൽ ടു 0, വേർ ദിസ് c1 മൈനസ് c നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ പിന്നെ ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ, ദിസ് f1 ഓഫ് c1 മസ്റ്റ് ബി 0. കാരണം ഈ പ്രൊഡക്റ്റ് 0 ആണ്. പക്ഷേ അപ്പോൾ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായും 0 ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കറിയാം c നോട്ട് ഈക്വൽ ടു c1 ആണ്. അതുകൊണ്ട് ഈ എലമെൻറ്റ് ഒരിക്കലും 0 ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ദെൻ f1 ഓഫ് c1 ഈക്വൽ ടു 0. ഓക്കെ, നൗ നോക്കുക, ഇഫ് f ഓഫ് c ഈക്വൽ ടു 0, then we say that this c is the root of the algebraic equation f of x equal to 0. Here we get f1 of c1 equal to 0. Then by the same logic we can say that this c1 is the root of the function f1 of x അല്ലേ. f of c equal to 0 ആണെങ്കിൽ this c is the root of f of x equal to 0. Therefore here we get f1 of c1 equal to 0, which implies that c1 is the root of the equation f1 of x അല്ലേ. And we have f1 of c1 equal to 0, which implies by remainder theorem x minus c1 is a factor of f1 of x അല്ലേ. So we can represent this f1 of x as f1 of x equal to x minus c1 into some another function f2 of x. കാരണം എന്താണ്, നമുക്ക് കിട്ടി f1 of c1 equal to 0 എന്ന് കിട്ടി. f1 of c1 equal to 0 ആണെങ്കിൽ by remainder theorem we have f1 of x is completely divisible by x minus c1 ആയിരിക്കും. That means this x minus c1 is a factor of f1 of x.
ആൻഡ് ഈ എഫ് വൺ ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് സി വൺ എങ്കിൽ വി ക്യാൻ റിപ്രസെൻറ്റ് ദിസ് എഫ് വൺ ഓഫ് എക്സ് ആസ് എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി വൺ ഇൻറ്റു സം അനദർ ഫംഗ്ഷൻ വി കോൾ ദാറ്റ് ഫംഗ്ഷൻ ആസ് എഫ് ടു ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ എഫ് വൺ ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എൻ മൈനസ് വൺ ആണ് അല്ലേ. ഡിഗ്രി ഓഫ് എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എൻ മൈനസ് വൺ ആണ്. ആൻഡ് ഡിഗ്രി ഓഫ് എക്സ് മൈനസ് സി വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. സോ വി മസ്റ്റ് ഹാവ് ദ ഡിഗ്രി ഓഫ് എഫ് ടു ഓഫ് എക്സ് ഈക്വൽ ടു എൻ മൈനസ് ടു ആയിരിക്കണം. ഓക്കെ, യോ സോ വി ക്യാൻ റിപ്രസെൻറ്റ് അവർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് ആണ്. സോ ഹിയർ വി പുട്ട് ദ വാല്യൂ എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി വൺ ഇൻറ്റു എഫ് ടു ഓഫ് എക്സ് ഹിയർ. So I get f of x equal to x minus c into f1 of x. And f1 of x എന്താണ്? f1 of x എന്ന് പറയുന്നത് x minus c1 into f2 of x ആണ്. So we get f of x as f of x equal to x minus c into x minus c1 into f2 of x. ഓക്കെ, ഇനി നോക്കാം, ഈ ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് ഒരു nth ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ. നമ്മൾ ചൂസ് ചെയ്ത എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് nth ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ ഒരു nth ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ എക്സിസ്റ്റ് n ഫാക്ടേഴ്സ് ഫോർ ദിസ് എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സിന് n ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് സി എന്ന് കിട്ടി. ആൻഡ് കൂടാതെ നമുക്ക് കിട്ടി ഈ എഫ് ഓഫ് എക്സിൻ്റെ മറ്റൊരു ഫാക്ടറാണ് എക്സ് മൈനസ് സി വൺ എന്ന് കിട്ടി. സിമിലർലി ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി n ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ n ഫാക്ടേഴ്സ് കിട്ടും. ഓക്കെ, സോ since degree of f of x is equal to n and proceeding as above, we get f of x has n factors: x minus c, x minus c1, x minus c2, etc. x minus cn minus 1. And we can represent our function f of x as f of x equal to a into x minus c into x minus c1 into etc. into x minus cn minus 1, where this a represent a constant. a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം ഒന്നെങ്കിൽ കോൺസ്റ്റൻറ്റ് വരാം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വരാതിരിക്കാം. ഓക്കെ, നമുക്കിത് മാക്സിമം വരാൻ പറ്റുന്നത്, മറ്റൊരു ഫാക്ടറായിട്ട് വരാൻ പറ്റുന്നത് ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണ്. കാരണം ഇവിടെ ഇനി ഒരു എക്സിൻ്റെ പവറും വരില്ല. കാരണം ഇനി മറ്റൊരു എക്സിൻ്റെ പവർ വന്നാൽ എന്താവും? ഇത് തന്നെ ഈ എക്സ് മൈനസ് സി, എക്സ് മൈനസ് സി വൺ എക്സെട്ര ഇത് തന്നെ n ടേംസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഓരോ എക്സിൻ്റെ ടേംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എക്സ് റൈസ് ടു n കിട്ടി അല്ലേ. അതായത് ഒരു nth ഡിഗ്രി പോളിനോമിയൽ കിട്ടി. എഫ് ഓഫ് എക്സ് nth ഡിഗ്രി പോളിനോമിയലാണ്. ഇനി മറ്റൊരു എക്സ് മൈനസ് എക്സിൻ്റെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇവിടെ വരികയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു n+1th ഡിഗ്രിയുള്ള ഒരു പോളിനോമിയലായി മാറും, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. സോ നമുക്ക് മാക്സിമം വരാൻ പറ്റുന്നത് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ വി ക്യാൻ റിപ്രസെൻറ്റ് അവർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് സി വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് സി എൻ മൈനസ് 1. ഓക്കെ, സോ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കിതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? നമുക്കിതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ ദിസ് സേസ് ദാറ്റ് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു n ഡിഗ്രിയുള്ള പോളിനോമിയൽ ആണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് എഫ് ഓഫ് എക്സ് ഹാസ് n റൂട്ട്സ്. അറ്റ്മോസ്റ്റ് ഇതിന് n റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഏതൊരു nth ഡിഗ്രി പോളിനോമിയൽ എടുക്കുകയാണെങ്കിലും ആ nth ഡിഗ്രി പോളിനോമിയലിന് മാക്സിമം n റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു nth ഡിഗ്രി പോളിനോമിയലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു n ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്തു. എക്സ് മൈനസ് സി, എക്സ് മൈനസ് സി വൺ എക്സെട്ര എക്സ് മൈനസ് സി എൻ മൈനസ് 1 എന്ന് പറയുന്ന n ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്തു. ആൻഡ് വി ക്യാൻ എക്സ്പ്രസ് അവർ എഫ് ഓഫ് എക്സ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്നും ഏതൊരു nth ഡിഗ്രി പോളിനോമിയൽ എടുക്കുകയാണെങ്കിലും അതിന് n റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ആ റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എഫ് ഓഫ് എക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ തിയറി പോർഷൻ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് ഉള്ളത്, നമുക്കത് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ക്യൂബിക് ഇക്വേഷൻ വിത്ത് റൂട്ട്സ് 0, 1, 2. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഒരു ക്യൂബിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം വിത്ത് റൂട്ട്സ് 0, 1, 2. 0യും 1ഉം അതുപോലത്തെ 2 റൂട്ട്സായി വരുന്ന ഒരു ക്യൂബിക് ഇക്വേഷൻ. ക്യൂബിക് ഇക്വേഷൻ മീൻസ് ഡിഗ്രി എന്ന് പറയുന്നത് 3 ആകത്തക്ക രീതിയിലുള്ള ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിന് ആൻസറിലേക്ക് വരാം. ഇവിടെ തന്നേക്കുന്നുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു 3rd ഡിഗ്രി പോളിനോമിയലാണ്. കൂടാതെ ആ പോളിനോമിയലിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് 0യും 1ഉം 2 ആണ്
അല്ലേ? അപ്പം ഒരു ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ, ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ അതിന് അറ്റ്മോസ്റ്റ് 3 റൂട്ട്സ് ഉണ്ടാവും അല്ലേ? മാക്സിമം 3 റൂട്ട്സ് ഉണ്ടാവും. ആൻഡ് ആ 3 റൂട്ട്സ് എന്ന് പറയുന്നത് 0, 1, 2 ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. സോ ദിസ് 0 ഈസ് എ റൂട്ട് ഓഫ് ദ ക്യൂബിക് ഇക്വേഷൻ. വി ഹാവ് എക്സ് മൈനസ് 0 എന്ന് പറയുന്നത് ആ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ആൻഡ് ഓൾസോ 1 ഈസ് എ റൂട്ട് ഓഫ് ദിസ് ക്യൂബിക് ഇക്വേഷൻ. 1 ഒരു റൂട്ട് ആയതുകൊണ്ട് തന്നെ എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. 2 എന്ന് പറയുന്ന റൂട്ട് ആയതുകൊണ്ട് എക്സ് മൈനസ് 2 എന്ന് പറയുന്നതും ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് എ ക്യൂബിക് ഇക്വേഷൻ, ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് അതിന് അറ്റ്മോസ്റ്റ് 3 റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് അറ്റ്മോസ്റ്റ് 3 ഫാക്ടേഴ്സ് അതിനുണ്ടാവുള്ളൂ, മറ്റുള്ള ഇതൊന്നും വരില്ല അല്ലേ? സോ വി ക്യാൻ എക്സ്പ്രസ് അവർ എഫ് ഓഫ് എക്സ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എക്സ് മൈനസ് 0, എക്സ് മൈനസ് 1, എക്സ് മൈനസ് 2 ഫാക്ടേഴ്സ് ആണെങ്കിൽ വി ക്യാൻ എക്സ്പ്രസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് അല്ലേ? സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x minus 0 പറഞ്ഞാൽ x. So this is equal to x into x minus 1 into x minus 2. Okay. നമ്മളിത് കണ്ടുപിടിക്കുക. what is x into x minus 1 which is x square minus x അല്ലേ, into x minus 2 which is equal to x square into x, x cube, x square into minus 2 minus 2x square minus x into x minus x square minus x into minus 2 plus 2x. So this is equal to x cube minus 2x square minus x square minus 3x square plus 2x. So ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്യൂബിക് ഇക്വേഷൻ. ഈ ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് 0, 1, 2 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് റൂട്ട്സ് തന്നാൽ ആ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞാൽ ആ റൂട്ട്സിൽ നിന്നും നമുക്ക് ആദ്യം ഫാക്ടേഴ്സ് ഉണ്ടാക്കുക, അതിന് ശേഷം ആ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഫ് ഓഫ് എക്സിനെ റിപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് എ പോളിനോമിയൽ ഓഫ് ലോവസ്റ്റ് ഡിഗ്രി ദാറ്റ് വാനിഷസ് ഫോർ -1, 0, 1 ആൻഡ് സച്ച് ദാറ്റ് എഫ് ഓഫ് 2 ഈക്വൽ ടു 1. ഓക്കെ. അപ്പോൾ നമ്മളടുത്ത് again we have to find a polynomial of lowest degree. ഏറ്റവും മിനിമം ഡിഗ്രി ഉള്ളൊരു പോളിനോമിയലിനെ കണ്ടുപിടിക്കണം. ആൻഡ് ആ പോളിനോമിയലിൻ്റെ പ്രത്യേകത പറയുന്നത് ദാറ്റ് വാനിഷസ് ഫോർ -1, 0, 1 ആൻഡ് സച്ച് ദാറ്റ് എഫ് ഓഫ് 2 ഈക്വൽ ടു 1. അറ്റ് ദ പോയിൻറ്റ് 2 പറഞ്ഞ പോയിൻറ്റിനാൽ ആ ഫംഗ്ഷൻ എഫ് അറ്റൈൻ ചെയ്യുന്ന വാല്യൂ 1 ആണ്. കൂടാതെ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഫംഗ്ഷൻ വാനിഷസ് ഫോർ -1, 0, 1. വാനിഷസ് ഫോർ -1, 0, 1 എന്ന് പറഞ്ഞാൽ എന്താണ്? That means if you put the values -1, 0 and 1 instead of x, the function value becomes 0. Okay. അതായത് if vanishes for -1 equal to 0 implies if you put the value -1, then the function value becomes 0. അത് vanish ചെയ്യപ്പെടും, 0 ആയിപ്പെടും. Okay. And also given that എഫ് വാനിഷസ് ഫോർ 0 അല്ലേ, 0 എന്ന പോയിന്റിലും എഫ് വാനിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇഫ് യു പുട്ട് ദ വാല്യൂ 0 then the function value also becomes 0. Then it also given that the function vanishes for 1. That is if you put the value 1 instead of x then the function value becomes 0. Okay. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. And also given that f of 2 equal to 0. എഫ് ഓഫ് 2 ഈക്വൽ ടു 1, അതായത് 2 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോളിനോമിയൽ എഫ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. സോ ലെറ്റ് ദ പോളിനോമിയൽ ബി എഫ് ഓഫ് എക്സ്. ലെറ്റ് ദ പോളിനോമിയൽ ബി എഫ് ഓഫ്, നമ്മൾ പോളിനോമിയലായിട്ട് എഫ് ഓഫ് എക്സിനെ ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻസൊക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് എഫ് ഓഫ് -1 ഈക്വൽ ടു 0. എഫ് ഓഫ് -1 ഈക്വൽ ടു 0 മീൻസ് എന്താണ്? അതായത് എഫ് ഓഫ് സി ഈക്വൽ ടു 0 മീൻസ് ദാറ്റ് സി ഈസ് ദ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. ഹിയർ എഫ് ഓഫ് -1 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലീസ് ദിസ് -1 ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ഇംപ്ലീസ് ദിസ് 0 ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് 1 ഈക്വൽ ടു 0 ഇംപ്ലീസ് ദിസ് 1 ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് -1, 0,
and 1 are the roots of f of x ആയിരിക്കും അല്ലേ? കാരണം if f of c equal to 0 then c is the root of f of x. ഇവിടെ f of minus 1 equal to 0 ആണ്, f of 0 equal to 0 ആണ്, f of 1 equal to 0 ആണ്. So minus 1, 0 and 1 are the roots of f of x. Okay. ഇനി minus 1 is the root of f of x implies x minus minus 1. That is x plus 1 is a factor of f of x. അതുപോലെ തന്നെ 0 is a root of f of x means x minus 0. That is x is a root of f of x. And 1 is a root of f of x means x minus 1 is a factor of f of x. But from this we get this x plus 1, x and x minus 1 are the factors of f of x. Okay. And also given that the polynomial must be of lowest degree. A polynomial എന്ന് പറയുന്നത് നിർബന്ധമായും ലോവസ്റ്റ് ഏറ്റവും മിനിമം ഡിഗ്രി ആയിരിക്കണം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? മിനിമം ഡിഗ്രി ആയതുകൊണ്ട് തന്നെ we write our f of x as f of x equal to factors എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? x into x plus 1 into x minus 1 into some constant a. ഓക്കെ, കാരണം ഈ എയിനെ ഞാൻ സം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഞാൻ മറ്റൊരു എക്സിൻ്റെ ഒരു ഫോം അല്ലെങ്കിൽ സം എക്സ് മൈനസ് കെ, എക്സ് മൈനസ് 1, എക്സ് മൈനസ് 2 അങ്ങനെ ഒരു ഫോമോ ഇവിടെ ഞാൻ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സ് മൈനസ് സം എ എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. അങ്ങനെ എക്സ് മൈനസ് എ എന്ന് എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി, പോളിനോമിയൽ ഡിഗ്രി എന്ന് പറയുന്നത് എന്താവും? ഇവിടെ തന്നെ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 4 ആവും അല്ലേ? പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് ലോവസ്റ്റ് ഡിഗ്രി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിൻ്റെ ഒരു പവേഴ്സും ഉള്ള ഒരു എക്സ്പ്രഷൻ ഇനി കൊടുക്കുന്നില്ല. പകരം ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദിസ് എക്സ് പ്ലസ് 1, എക്സ് ആൻഡ് എക്സ് മൈനസ് 1 ആർ ദ ഫാക്ടേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇത് ഫാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായി ആ ഫാക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ലോവസ്റ്റ് ഡിഗ്രി ആയതുകൊണ്ട് മറ്റൊരു എക്സിൻ്റെ ഫോമിനെയും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ദിസ് ഈസ് ഈക്വൽ ടു സം f of x equal to the product of these factors into some constant a എന്ന് പറഞ്ഞ് എഴുതുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ given that f of 2 equal to 1. f of 2 എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ f of 2 equal to 1 implies if I put the value 2 we get what is f of 2? f of 2 equal to 2 into 2 plus 1 that is 3 into 2 minus 1 1 into a. And this is f of 2. f of 2 equal to 1 ആണെന്ന് തന്നിട്ടുണ്ട്. So this is equal to 2 into 3, 6. 6 into 1, 6. 6 into a, 6a. 6a equal to 1. From this we get the constant a equal to 1 by 6. Now നമുക്ക് f of x എങ്ങനെ represent ചെയ്യാൻ പറ്റും? f of x equal to x into x plus 1 into x minus 1 into a ആണ്. What is a? a is equal to 1 by 6 equal to 1. So this is our f of x. Okay. ഇപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തത് ഞങ്ങളുടെ എക്സസൈസ് സെക്ഷനിലുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവായിട്ട് നല്ല ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യനാണ്. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് റേസ് ടു 4 മൈനസ് 5x സ്ക്വയർ മൈനസ് 10x മൈനസ് 6 ഈക്വൽ ടു 0 ഹാവിംഗ് ദ റൂട്ട്സ് -1 and 3. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. കൂടാതെ ആ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 2 റൂട്ട്സ് -1ഉം 3ഉം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഓൾ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ എല്ലാ റൂട്ട്സും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ 2 റൂട്ട്സ് -1ഉം 3ഉം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4th ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ ദർ മേ എക്സിസ്റ്റ് 4 റൂട്ട്സ് അല്ലേ? ഇതിന് 4 റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യാം. അറ്റ്മോസ്റ്റ് മാക്സിമം 4 റൂട്ട്സ് ഇതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ 2 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 2 റൂട്ട്സ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ what is our f of x? f of x equal to, given that f of x equal to x raised to 4 minus 5x square minus 10x minus 6. Okay, this is our f of x. കൂടാതെ ഇതിൻ്റെ 2 റൂട്ട്സാണ് -1ഉം 3. അങ്ങനെയാണെങ്കിൽ മറ്റൊരു 2 റൂട്ട്സും കൂടി ഉണ്ട്. ആ 2 റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി, മറ്റുള്ള 2 റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യാം ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്
ഫംഗ്ഷൻ്റെ മറ്റൊരു ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ അതായത് ആ ഫാക്ടർ കൊണ്ട്, ഫാക്ടർ മീൻസ് എന്തായിരിക്കും, ആ ഫാക്ടർ കൊണ്ട് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്കൊരു ഫാക്ടർ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫാക്ടറാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ട് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇങ്ങനൊരു ഫോം കിട്ടി. ആൻഡ് നമ്മളിനി ഈ ഫോമിനെ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ എക്സിൻ്റെ വാല്യൂസ് കിട്ടും അല്ലേ. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ റൂട്ട്സ് ആയിരിക്കും ഈ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് ഈ എഫ് ഓഫ് എക്സിൻ്റെ മറ്റൊരു ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫാക്ടറിൻ്റെ റൂട്ട്സ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ റൂട്ട്സ് കിട്ടുകയാണെങ്കിൽ ആ റൂട്ട്സ് തന്നെയായിരിക്കും നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെയും റൂട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ തൊട്ട് മുന്നിലുള്ള ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിച്ചാണ്. ഓക്കെ, ഇതിലെ സെക്കൻഡ് വീഡിയോ, അതായത് നമ്മൾ ഫസ്റ്റ് സിന്തറ്റിക് ഡിവിഷൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഫംഗ്ഷനെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരുന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സിന്തറ്റിക് ഡിവിഷനിൽ മെത്തേഡിൽ അതൊരു ഫംഗ്ഷൻ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ്റെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓരോ പ്രോബ്ലം തരികയാണെങ്കിൽ ആ പ്രോബ്ലത്തിനകത്ത് ഒരുപക്ഷെ സിന്തറ്റിക് മെത്തേഡിൻ്റെ ഫസ്റ്റ് വേർഷൻ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് മെത്തേഡാണ്. ആ സിന്തറ്റിക് മെത്തേഡിൽ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് സം ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട് -1 അതുപോലെ തന്നെ 3യും ഈ എഫ് ഓഫ് എക്സിൻ്റെ എന്ന് പറയുന്നത് റൂട്ട്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഈ -1 എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട് ആയതുകൊണ്ട് തന്നെ വി ഹവ് ദിസ് എക്സ് പ്ലസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് ദിസ് എഫ് ഓഫ് എക്സ് അല്ലേ. Similarly, since this 3 is a root of this f of x, we have x minus 3 is also a factor of this f of x. അപ്പോൾ x plus 1 x minus 3 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയിരിക്കും. സോ നമുക്കതിൻ്റെ പ്രൊഡക്റ്റ് നോക്കാം. വട്ട് ഈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് എക്സ് മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ എക്സ് പ്ലസ് 1 അതുപോലെ എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3, ഞാനതിൻ്റെ സം ജി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. ഈ ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഈ ജി ഓഫ് എക്സ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ദിസ് എഫ് ഓഫ് എക്സ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ ദിസ് ജി ഓഫ് എക്സ് ആയിരിക്കും. സോ നമ്മൾ ഈ എഫ് ഓഫ് എക്സിനെ ഈ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4th ഡിഗ്രി പോളിനോമിയലാണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൊട്ട് മുന്നേ പറഞ്ഞത്, നമ്മളിവിടെ ഇത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ്റെ ഒരു സെക്കൻഡ് കേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അത് കാണുക, കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ നമ്മളത് സിന്തറ്റിക് ഡിവിഷനിൽ ഒരു ഫംഗ്ഷനെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ഐ കമ്പയർ ദിസ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ആണ് നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്നത്. ഈ ജി ഓഫ് എക്സിനെ എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് മൈനസ് ക്യൂ എന്ന പോളിനോമിയലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇത് കമ്പയർ ചെയ്തിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ആൻഡ് ക്യൂ. ഫ്രം ദിസ് പി ഈക്വൽ ടു 2 ആൻഡ് ക്യൂ ഈക്വൽ ടു 3. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, എഫ് ഓഫ് എക്സിൻ്റെ എല്ലാ കോയിഫിഷ്യൻസിനെയും നമ്മൾ ആ ഓർഡറിൽ എഴുതുന്നു. സോ എക്സ് റേസ് ടു 4ൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആൻഡ് എക്സ് ക്യൂബിൻ്റെ ടേംസ് ആബ്സെൻ്റ് ആണ്, അതുകൊണ്ട് അതിൻ്റെ കോയിഫിഷ്യൻറ്റ് 0. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് -5, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് -10 ആൻഡ് കോൺസ്റ്റൻറ്റ് -6. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്, ഇവിടെ നമ്മൾ പിയുടെ വാല്യൂ എഴുതും, പി ഈക്വൽ ടു 2 ആൻഡ് ഹിയർ വി റൈറ്റ് ക്യൂ ഈക്വൽ ടു 3. ഓക്കെ, സോ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തത്, ചില പൊസിഷനുകളിൽ നമ്മൾ 0 എന്ന എലമെൻറ്റിന് സെറ്റ് ചെയ്ത് വെക്കും അല്ലേ. എവിടേക്കായിരുന്നു അത്, ഇവിടെ നമ്മൾ 0നെ സെറ്റ് ചെയ്യും, ഇവിടെ നമ്മൾ 0നെ സെറ്റ് ചെയ്യും, ഇവിടെ നമ്മൾ 0നെ സെറ്റ് ചെയ്യും, അതുപോലെ തന്നെ ലാസ്റ്റ് ഇവിടെയും നമ്മൾ 0നെ സെറ്റ് ചെയ്യും. ഇതാരാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച എലമെൻറ്റ് 0 ആണ്. ഓക്കെ,
വി ഹാവ് ടു ഫൈൻഡ് ദ റിമൈനിങ് ടൈംസ്. ബാക്കിയുള്ള പൊസിഷനുകളിലെ ടൈംസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടി ഫസ്റ്റ് വി ആഡ് ദ എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് കോളം. ഈ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 1 + 0 + 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സിന്തറ്റിക് ഡിവിഷൻ സെക്കൻഡ് കേസിനകത്ത് സെക്കൻഡ് കേസ് നമ്മൾ അതിനുവേണ്ടി മാത്രം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ മെത്തേഡ് എങ്ങനെയെന്ന് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, സോ വി ആഡ് 1 + 0 + 0 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആൻഡ് ഐ മൾട്ടിപ്ലൈ ദിസ് 1 വിത്ത് 2. 1 × 2 = 2. ഇവിടെ ഓൾറെഡി ഫിൽ ആയതാണ് 0. ഓക്കെ, now we add the elements of second column, that is 0 + 2 + 0 which is equal to 2. Then I multiply this 2 with p, that is 2 with 2, and I get this is equal to 4. And to get the value corresponding to q, I multiply this 1 with 3, so I get 3. And if I add -5 + 4 + 3, I get this value equal to 2. Now 2 × 2 4, and this 2 × 3, that is equal to 6. So we add the elements of this column, -10 + 4 + 6 which is equal to 0. Then ഇവിടെ ഓൾറെഡി 0 × 2 ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഓൾറെഡി നമ്മൾ 0നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Now we have to find this value corresponding to q, that is ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ I multiply this 2 with 3 which is equal to 6. Then if I add these elements and I get -6 + 0 + 6 which is equal to 0. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ആ 2 എൻട്രീസ് ആയിരിക്കും നമ്മൾ റിമൈൻഡർ ഫംഗ്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ദിസ് വിൽ ഫോം അവർ റിമൈൻഡർ ഫംഗ്ഷൻ. ഇത് എയും അതുപോലെ ബിയും ആണെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് ax + b ആയിരിക്കും റിമൈൻഡർ. പക്ഷെ ഇവിടെ 0യും 0യും ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ വി ഹാവ് ടു ഫൈൻഡ് അവർ കോഷ്യന്റ് ഫംഗ്ഷൻ q of x. q of x ഈക്വൽ ടു, ഇതൊരു 4th ഡിഗ്രി പോളിനോമിയലാണ്. g of x ഒരു 2nd ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ ഇതിന് ഒരു 2nd ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് എന്ന് പറയുന്നത് ഒരു 2nd ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. സോ ഐ അറ്റാച്ച് 1 with x square, 2 with x raised to 1 and 2 with x raised to 0. And if I form a quotient function from these elements and this powers, I get q of x equal to x square plus 2x plus 2. So this is my quotient function. ഇത് നോക്കുക, നമ്മളിവിടെ ചെയ്തത് f of x എന്ന ഫംഗ്ഷനെ g of x എന്ന ഫംഗ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കോഷ്യന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് x square plus 2x plus 2, റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് f of xനെ എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? f of x equal to g of x plus q of x plus r of x അല്ലേ? This implies here f of x equal to g of x, q of x, this is small to q of x എന്നെഴുതാം, q of x, and what is our r of x? r of x എന്ന റിമൈൻഡർ ആണ് which is equal to 0. That is f of x equal to g of x plus q of x. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ g of x എന്ന് പറയുന്നത് f of xൻ്റെ ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ q of x എന്ന് പറയുന്നത് f of xൻ്റെ ഒരു ഫാക്ടറാണ് അല്ലേ? അപ്പോൾ ഓൾറെഡി ദിസ് ഇസ് അവർ g of x. ഈ g of x ഫാക്ടറാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ കിട്ടിയ ഈ q of xും f of xൻ്റെ ഒരു ഫാക്ടറാണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ q of x f of xൻ്റെ ഒരു ഫാക്ടറാണെങ്കിൽ ഈ q of xൻ്റെ റൂട്ട്സ് തന്നെയായിരിക്കും f of xൻ്റെ റൂട്ട്സും അല്ലേ? q of xൻ്റെ റൂട്ട്സ് അല്ല f of xൻ്റെ റൂട്ട്സ് ആയിരിക്കും. സോ നൗ വി find the roots of our q of x. What is our q of x? q of x equal to x square plus 2x plus 2. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ഈ ഒരു പോളിനോമിയലിൽ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് അതിൻ്റെ റൂട്ട്സ് കിട്ടും. ആ റൂട്ട്സ് തന്നെയായിരിക്കും എഫിൻ്റെ റൂട്ട്സ്. ആൻഡ് നമുക്കറിയാം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ? ഫ്രം ദിസ് എക്സ് ഈക്വൽ ടു എന്താണ്? -b + or - √b² - 4ac/2a. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു -2 + or - √4 - 8/2 which is equal to -2 + or - √4/2 which is equal to -2 + or - 2i/2, that is -1 + or - i. അപ്പോൾ നമുക്ക് 2 റൂട്ട് കിട്ടി. ഏതൊക്കെയാണ്? ഒന്ന് -1 + i and the second one -1 - i. അതായത് ഈ q of xൻ്റെ റൂട്ട്സായി നമുക്ക് 2 എൻട്രീസ് കിട്ടി. ഒന്ന് -1 + i and -1 - i.
And since this q of x is a factor of f of x, this minus 1 plus I and minus 1 minus I are also the roots of f of x. ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്താ കിട്ടി? എഫ് ഓഫ് എക്സിന് 2 റിയൽ റൂട്ട്സ് ഉണ്ട്. ഏതൊക്കെ റിയൽ റൂട്ട്സ് എന്ന് പറയുന്നത് ഈ -1ഉം 3ഉം, അതുപോലെ തന്നെ 2 കോംപ്ലക്സ് റൂട്ട്സും ഉണ്ട്. ആ കോംപ്ലക്സ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 പ്ലസ് ഐ ആൻഡ് -1 മൈനസ് ഐ എന്നായിരിക്കും. ഓക്കെ. കൂടാതെ നമുക്ക് എഫ് ഓഫ് എക്സിനെ എന്ന് പറയുന്നത് ഒരു റിയൽ കോയിഫിഷ്യൻറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അതായിരിക്കും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് x+1 ഇൻറ്റു x മൈനസ് 3 ആൻഡ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് x² + 2x+2 ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ ആ പോളിനോമിയൽസിൻ്റെ ഒക്കെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് റിയൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ അല്ലാതെ ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x+1 ഇൻറ്റു x മൈനസ് 3 ഇൻറ്റു നെക്സ്റ്റ് x -1 പ്ലസ് ഐ ഇൻറ്റു x -1 മൈനസ് ഐ ഇങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ്, വി റിപ്രസെൻറ്റ് ദിസ് എഫ് ഓഫ് എക്സ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് സം ലീനിയർ ഫോം ആൻഡ് സം കോംപ്ലക്സ് ഫോം അല്ലേ. കോംപ്ലക്സ് കോയിഫിഷ്യൻ്റ് വരുന്ന ടേംസിൻ്റെയും അതുപോലെ തന്നെ റിയൽ കോയിഫിഷ്യൻ്റ് വരുന്ന ടേംസിൻ്റെയും ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എഫ് ഓഫ് എക്സിനെ റിപ്രസെൻറ്റ് ചെയ്തത്. എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റിപ്രസെൻറ്റ് അവർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 പോളിനോമിയൽസ് ഹാവിങ് റിയൽ കോയിഫിഷ്യൻസ്. ഓക്കെ.